ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളെപ്പോഴും കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണയിൽ വറുത്ത് ഒക്കെയല്ലേ എടുക്കാറ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കുറച്ച് കട്ട്ലേറ്റിൻ്റെ മിക്സ് ബാക്കി ഇരിക്കണ്ടായിരുന്നു. അതായത് ബീഫും പൊട്ടറ്റോവും എല്ലാം കൂടി ഗ്രേവിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് വിചാരിച്ചു എന്നാൽ നമുക്ക് ഓവനിൽ എണ്ണയൊന്നും ഇല്ലാണ്ട് എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് എയർ ഫ്രയറൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഇതിനേക്കാളും ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമുക്ക് എയർ ഫ്രയർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓവനിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതായത് കുറച്ചും ഒരു മുട്ട മതി ഇത്രയും കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു മുട്ടയിൽ നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ടു, തരിയായിട്ടുള്ള കോൺഫ്ലോർ. അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ക്രിസ്പി ആയിട്ട് വരും. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ടു. പക്ഷെ ഞാൻ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. ഇത്ര ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് ഉപ്പിട്ടാൽ മതി. ഒരു 2 തരി ഉപ്പിട്ടാൽ മതി. അങ്ങനെ കുറച്ച് ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോൺഫ്ലോറിൻ്റെ ആ ഒരു കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും 2 സൈഡിലും നന്നായിട്ട് ഇത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. കുറേ കട്ട്ലേറ്റുകൾ ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ എണ്ണയിൽ വറുത്തെടുക്കണതിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് കുറേ കഴിക്കാം. കാരണം ഇത് വേറെ എണ്ണയിൽ പൊരിച്ചെടുത്തതൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ, പിന്നെ എണ്ണയൊന്നും തെറിക്കാണ്ട് തന്നെ നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. നല്ല എണ്ണയിലിട്ട് വറുത്ത് ഉണ്ടാക്കണ പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.